കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ തിരക്ക് അനിയന്ത്രിതമായ സാഹചര്യം ഇല്ലാതാക്കാനാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പുതിയ പരിഷ്കാരങ്ങൾ. സർക്കാർ ചെയ്ത എന്താണ്? പ്രതിദിനം 80,000 പേർക്ക് മാത്രമായി അയ്യപ്പ ദർശനം പരിമിതപ്പെടുത്തി. വെർച്വൽ ക്യൂയിൽ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ദർശനം ലഭിക്കൂ. കെട്ടുകെട്ടി ശബരിമലയ്ക്ക് യാത്ര തിരിച്ച ശേഷം സ്പോട്ട് ബുക്കിംഗ് ചെയ്ത് അയ്യപ്പ ദർശനം നടത്താമായിരുന്നു. ആ അവസരവും ഇല്ലാതാക്കി. ഫലത്തിൽ ഇത് ഭക്തരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന വിമർശനമാണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് 80,000-ൽ കുറവും കൂടുതലും ഭക്തരെത്തുന്ന ദിവസങ്ങളുണ്ട്. വെർച്വൽ ക്യൂ സൈറ്റിൽ ബുക്ക് ചെയ്ത മുഴുവൻ പേരും ചില ദിവസങ്ങളിൽ ദർശനത്തിന് എത്താറുമില്ല. ഉദാഹരണത്തിന് ഒരു ദിവസം 80,000 പേർ ബുക്ക് ചെയ്യുകയും എന്നാൽ 65,000 പേർ വരികയും ചെയ്താൽ 15,000 പേർക്ക് അന്നേ ദിവസം അയ്യപ്പ ദർശനത്തിനുള്ള അവസരം പുതിയ സാഹചര്യത്തിൽ നിഷേധിക്കപ്പെടും. കഴിഞ്ഞ കാലങ്ങളിൽ നിലയ്ക്കൽ, എരുമേലി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗിന് അവസരമുണ്ടായിരുന്നു. അതായത് ബുക്ക് ചെയ്യാതെ വരുന്നവർക്ക് ഈ സ്പോട്ടുകളിൽ സ്പോട്ട് ബുക്കിംഗ് ചെയ്ത് ദർശനത്തിനായി പമ്പയിലേക്ക് തിരിക്കാമായിരുന്നു. സ്പോട്ട് ബുക്കിംഗ് അടച്ചുപൂട്ടിയ സർക്കാർ പിടിവാശിയിലൂടെ ഈ അവസരം ഇല്ലാതായി. മാത്രമല്ല, ബുക്ക് ചെയ്തിട്ടും വരാത്തവരുടെ ഒഴിവ് മറ്റുള്ളവർക്ക് സ്പോട്ട് ബുക്കിംഗിലൂടെ പ്രയോജനപ്പെടുത്താൻ അവസരമുണ്ടായിരുന്നു. അതിനാൽ അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധം ശക്തമാണ്. സ്പോട്ട് ബുക്കിംഗ് നിർത്തിയത് തീർത്ഥാടകർക്ക് ഗുണകരമാണ് എന്ന് പറയാൻ കഴിയില്ല. അത് ഗുണകരമല്ല. തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലയ്ക്കലായാലും അവിടെ ഇറങ്ങിയാലും സ്പോട്ട് ബുക്കിങ്ങിലൂടെ അവർക്ക് ദർശനത്തിന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം മുൻപാന്തമാകും. ഇനി സർക്കാർ നിശ്ചയിച്ച 80,000 പേർ മതിയെന്ന പരിധിയുടെ കാര്യം. ശനിയാഴ്ച അടക്കമുള്ള ചില വിശേഷ ദിവസങ്ങളിൽ ദർശനത്തിന് എത്തുന്നവരുടെ എണ്ണം 80,000-ലും അധികമാകും. അതായത് 80,000 പേർ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, കൂടുതൽ പേർ ശബരിമലയിലേക്ക് വരാൻ ആഗ്രഹിച്ചാലും സർക്കാരിന് പ്രശ്നമില്ലെന്ന് സാരം. സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതാക്കിയതോടെ 80,000 പേർക്ക് ദർശനം ഉറപ്പാക്കുമെന്ന് ദേവസ്വം ബോർഡിന് പറയാനുമാകുന്നില്ല. സർക്കാരിന്റെ തീരുമാനമായതുകൊണ്ട് പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പ് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തുന്ന ഭക്തർക്ക് പര്യാപ്തമായ സൗകര്യങ്ങൾ ഉണ്ടാകണം, എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകണം, ആശ്വാസമായൊരു മണ്ഡല മകരവിളക്ക് കാലം ഉണ്ടാകണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കും. ഭഗവാനെ കാണാതെ തിരിച്ചു പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാവില്ല. 9-10 തീയതികളിൽ ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിന് മുൻപാകെ ഈ പ്രശ്നങ്ങൾ വരും. പുതിയ സംവിധാനത്തെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപകമായ പ്രചരണം നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. എന്നിട്ടും സ്പോട്ട് ബുക്കിംഗിലൂടെ അയ്യപ്പ ദർശനത്തിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഭക്തരെത്തിയാൽ പകരം സംവിധാനമില്ലെങ്കിൽ സർക്കാരും ദേവസ്വം ബോർഡും കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.